ഇഡിക്കെതിരെ രൂക്ഷ വിമർശനവുമായി സുപ്രീം കോടതി. ഇഡി എല്ലാ പരിധികളും ഫെഡറൽ ഘടനയും ലംഘിക്കുന്നുവെന്ന് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായ്. തമിഴ്നാട് സർക്കാർ സ്ഥാപനമായ ടാസ്മാക്കിനെതിരെ ഇഡിയുടെ അന്വേഷണം സ്റ്റേ ചെയ്ത സുപ്രീം കോടതി എല്ലാ നടപടികളും നിർത്തിവെക്കാനും ഉത്തരവിട്ടു. തമിഴ്നാട് സർക്കാരിന്റെ മദ്യവിൽപ്പന സ്ഥാപനമായ ടാസ്മാക്കിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നടത്തിയ റെയ്ഡിനെതിരെ സർക്കാർ നൽകിയ ഹർജിയിലാണ് ഇഡിയെ സുപ്രീം കോടതി രൂക്ഷമായി വിമർശിച്ചത്. ഒരു സർക്കാർ സ്ഥാപനത്തിനെതിരെ എങ്ങനെയാണ് കുറ്റം ചുമത്തിയതെന്ന് ചോദിച്ച ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായി ഇഡി എല്ലാ പരിധികളും ഫെഡറൽ ഘടനയും ലംഘിക്കുകയാണെന്ന് വിമർശിച്ചു. ടാസ്മാക്കുമായി ബന്ധപ്പെട്ട കേസിൽ 41 എഫ്ഐആറുകൾ രജിസ്റ്റർ ചെയ്ത് സംസ്ഥാന സർക്കാർ അന്വേഷണം തുടരുകയാണെന്ന് സർക്കാരിനു വേണ്ടി ഹാജരായ മുതിർന്ന അഭിഭാഷകൻ കപിൽ സിബൽ കോടതിയിൽ വ്യക്തമാക്കി. സംസ്ഥാന സർക്കാർ അന്വേഷണം തുടരുമ്പോൾ എന്തിനാണ് ഇഡി അനാവശ്യമായി സ്ഥാപനത്തിൽ റെയ്ഡ് നടത്തിയതെന്നും സ്ഥാപനത്തിനെതിരെ ക്രിമിനൽ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ എന്നും കോടതി ആരാഞ്ഞു. ടാസ്മാക്കിനെതിരായ ഇഡിയുടെ എല്ലാ നടപടികളും നിർത്തിവെക്കാൻ കോടതി ഉത്തരവിട്ടു. സ്ഥാപനത്തിൽ 1000 കോടി രൂപയുടെ അഴിമതി നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം തുടരാമെന്ന മദ്രാസ് ഹൈക്കോടതിയുടെ ഉത്തരവിനെ ചോദ്യം ചെയ്താണ് തമിഴ്നാട് സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചത്. ഔട്ട്ലെറ്റുകൾ വിൽക്കുന്ന ഓരോ കുപ്പി മദ്യത്തിനും 10 മുതൽ 30 വരെ സർചാർജ് ചുമത്തിയതിന് തെളിവുകളുണ്ടെന്നാണ് ഇഡിയുടെ ആരോപണം. എന്നാൽ ആരോപണ വിധേയമായ ക്രമക്കേടുകൾ തെളിയിക്കുന്ന ഒരു തെളിവുകളും ഹാജരാക്കാൻ ഇഡിക്ക് കഴിഞ്ഞിട്ടില്ല. തമിഴ്നാട് സർക്കാരിനെ അപകീർത്തിപ്പെടുത്താനുള്ള ബിജെപിയുടെ രാഷ്ട്രീയ ശ്രമങ്ങൾക്കേറ്റ പ്രഹരമാണ് ഇഡിക്കെതിരായ സുപ്രീം കോടതിയുടെ ഉത്തരവ്. കൈരളി ന്യൂസ്, ദില്ലി. ഇഡി ഉദ്യോഗസ്ഥൻ പ്രതിയായ വിജിലൻസ് കേസിലെ പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചു. അറസ്റ്റിലായ 3 പ്രതികൾക്കും ഉപാധികളോടെയാണ് ജാമ്യം അനുവദിച്ചത്. ചാർട്ടേഡ് അക്കൗണ്ടന്റ് രഞ്ജിത്ത് വാര്യർ, വിൽസൺ വർഗീസ്, മുകേഷ് എന്നിവർക്കാണ് ജാമ്യം അനുവദിച്ചത്. അടുത്ത 7 ദിവസം 3 പേരും അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാകണമെന്നും അന്വേഷണ സംഘവുമായി സഹകരിക്കണമെന്നും മൂവാറ്റുപുഴ വിജിലൻസ് കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ സാഹചര്യത്തിലാണ് മൂവരെയും ഇന്ന് കോടതിയിൽ ഹാജരാക്കിയത്. കേസിലെ 1-ാം പ്രതി ശേഖർ കുമാറിനെ ഇതുവരെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല.